നമ്മളൊരു കർഷകനാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത നമ്മുടെ വിളകളെ എങ്ങനെ സംരക്ഷിക്കണം, അവയ്ക്ക് എന്ത് വളം കൊടുക്കണം, അവയെ എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെയാണ്. നമ്മുടെ ഈ വിളകൾക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ആവശ്യമാണ്. ഈ നൈട്രജൻ സസ്യങ്ങളുടെ ഇലകൾക്ക് വളർച്ച, പ്രത്യേകിച്ചും അന്നജ നിർമ്മാണ പ്രക്രിയയെ സഹായിക്കുന്നു. അത് പൊതുവിൽ സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ സഹായിക്കുന്നു. ഫോസ്ഫറസ് ആണെങ്കിലോ, ഫോസ്ഫറസ് സസ്യങ്ങളുടെ വേരുപടലങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വേരുപടലങ്ങൾ ശക്തമായാൽ മാത്രമേ വിളകൾക്ക് ആ മണ്ണിൽ നിലനിൽക്കാനും അതോടൊപ്പം തന്നെ മണ്ണിൽ നിന്ന് പോഷകങ്ങളെല്ലാം വലിച്ചെടുത്ത് സസ്യങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനേക്കാളെല്ലാം ഉപരിയായി വിളകൾക്ക് നല്ല കരുത്ത് കിട്ടുന്നതോടൊപ്പം തന്നെ പൂവിടാനും കായ്ക്കാനുമുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. പൊട്ടാസ്യം ആണെങ്കിലോ നമ്മുടെ വിളകൾക്ക് പൂർണ്ണ രൂപത്തിലുള്ള സംരക്ഷണമാണ് കൊടുക്കുന്നത്. ഒരു രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തി വിളകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പൊട്ടാസ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ഈ 3 കാര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഇതിനനുയോജ്യമായിട്ടുള്ള ഏത് വളം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. എങ്ങനെ ഉപയോഗിച്ചാലാണ് നമ്മുടെ വിളകൾ രക്ഷപ്പെട്ടു വരിക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പെർട്ട്, അപ്ടെക് ലിമിറ്റഡ്. അപ്പോൾ നമുക്ക് NPK സമ്പുഷ്ടമായ ആ ജൈവവളം ഏതാണെന്ന് മനസ്സിലാക്കണ്ടേ? അതാണ് അപ്ടെക് മീൽ. എന്താണ് ഈ അപ്ടെക് മീലിന് ഇത്ര പ്രത്യേകത? അപ്ടെക് മീലിൽ വേപ്പിൻ പിണ്ണാക്ക് അടങ്ങിയിട്ടുണ്ട്, എല്ലുപൊടി അടങ്ങിയിട്ടുണ്ട്, ജൈവ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ഇവ 3 മാത്രമല്ല, അപ്ടെക്കിൻ്റെ സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ലാബിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ജീവാണുക്കളുടെ കൺസോർഷ്യം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിളകൾക്കാവശ്യമായ ആവണക്കിൻ പിണ്ണാക്കും ഇതിനകത്തുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോഷക സമ്പന്നമായ ഒരു മിശ്രിതമാണ് നമ്മുടെ അപ്ടെക് മീൽ. നമ്മൾ അപ്ടെക് മീൽ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അപ്ടെക്കിൻ്റെ ഗുണമേന്മ ചിഹ്നമായ ഈ ഗ്യാരണ്ടി കാർഡ് ഇതിലുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മൾ അപ്ടെക് മീൽ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുക? അപ്ടെക് മീൽ തടത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തടത്തിൽ ചേർത്ത് കൊടുത്ത് തടം നനച്ചു കൊടുക്കണം. അതിനുശേഷം തടത്തിൽ കരിയിലയും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഉതയിട്ട് കൊടുക്കണം. ഇതാണ് അതിൻ്റെ ശരിയായ പ്രാക്ടീസ്. ഇതെപ്പോഴൊക്കെയാണ് കൊടുക്കാൻ കഴിയുക? ഏത് കാലാവസ്ഥയിലും ഏത് സീസണിലും ഏത് സമയത്തും അപ്ടെക് മീൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നഴ്സറി തലം മുതൽ അപ്ടെക് മീൽ നമുക്ക് ഉപയോഗപ്പെടുത്തി തുടങ്ങാം. 50 ഗ്രാം മുതൽ 5 കിലോഗ്രാം വരെ ഒരു വിളയുടെ വളർച്ചാ ഘട്ടം പരിഗണിച്ച് കൊടുക്കാവുന്നതാണ്.